കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടുന്ന് ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട്. ആ മലയിൽ തന്നെ അവർ സെറ്റ് ചെയ്തതാണ്. സോ ആ ഒരു ഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ നടന്നു പോകുന്നത്. അതിൻ്റെ ബാക്കിൽ കാണാൻ അത്രയ്ക്ക് തിരക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. സോ നമുക്കതൊന്നും വകവയ്ക്കാതെ എന്ത് ചെയ്യാം, നടന്നു പോയി ആ ഒരു ഫ്ലവർ ഗാർഡൻ കാണാം. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. പിന്നെ ഈ ഒരു സൈഡ് പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. പുല്ലിങ്ങനെ പൊതഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന പോലെയുണ്ട്. കാന്തല്ലൂരിലെ ഒരു ഫേമസ് സ്ഥലവും കൂടിയാണ്. ഇവിടെ കുറേ സിനിമ ഒട്ടനവധി ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. മലയാളം തമിഴൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഭ്രമരം അതുകൊണ്ടാണ് പേര് വന്നത് എന്നും ഭ്രമരം സിനിമയിൽ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുമാണ് നമ്മളെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഇവിടുന്ന് ഊതുമ്പോൾ പോലും മഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇവിടെ ഇന്ന് നോക്കുമായിരുന്നു ഫ്ലവർ ഗാർഡൻ പോകുന്ന വഴിക്ക് എന്താണ് മഞ്ഞ്, ബാക്കിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ പതിയെ ഫ്ലവർ ഗാർഡനിലേക്ക് കാല് വെച്ചു. ഫ്ലവർ ഗാർഡനിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഒരു ഷോർട്സ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട്. ഇവിടെ അവർക്ക് കൃഷി ചെയ്ത സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആപ്പിളും കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കി മേടിച്ചു. ഈ ഒരു ഫ്ലവർ ഗാർഡൻ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇവിടുന്ന് ഏത് ഫ്രെയിമിലെ ഫോട്ടോ എടുത്താലും നല്ല രസമായിരിക്കും, പൊളിക്കും. ഞാൻ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ട് ഇതുപോലെ ഫ്ലവർ ഗാർഡൻ കാണാൻ പറ്റുന്നു, അവിടെ കുറേ കൂടാരങ്ങൾ കാണാൻ പറ്റുന്നു, ഒന്നും വിചാരിച്ചില്ല. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചോളൂ. എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീഡിയോസ് വരാവുന്നതാണ്. ഞാനിപ്പോഴും ഈ മലയ്ക്ക് ചുറ്റിപ്പറ്റിയുള്ള മലകളെയും മഞ്ഞിനെയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ഫ്ലവർ ഗാർഡനിൽ വന്നപ്പോൾ ഇരട്ടി മധുരമായി. ഫ്ലവറും കാണാൻ പറ്റി, കൂടെയുള്ള മഞ്ഞും ചുറ്റുമുള്ള മലകളുടെ ഭംഗി ഇവിടുന്ന് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ പോയിന്റും ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഫ്ലവർ ഗാർഡൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരിക്കും. ബൈ ബൈ, സീ ഗൈസ്.